ഓക്കെ, അടുത്തത് ഇൻ ബാസ്ക്കറ്റ് എക്സസൈസ്. ഇൻ ബാസ്ക്കറ്റ് എക്സസൈസ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻ്ററാക്റ്റീവ് സിമുലേഷൻ ആണ്. അതായത് ഇൻ്ററാക്ട് ചെയ്ത് തന്നെ കാര്യങ്ങൾ പഠിക്കുന്നത് മറ്റുള്ളവരുമായിട്ട്. ലേണേഴ്സ് അനലൈസ് ദ ഇൻഫർമേഷൻ. ലേണേഴ്സിന് ഇൻഫർമേഷൻ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കണം. അപ്പോൾ മാനേജേഴ്സിന് ഒരു ബാസ്ക്കറ്റ്, അതായത് കുറച്ച് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അതിൽ നിന്ന് അവരെന്ത് ചെയ്യണം, അതിൽ നിന്ന് അവർ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അതിൽ ഒരു ഡിസിഷനിലെത്തണം അവർ. ഫ്രം ദ അബവ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദിസ് ട്രെയിനിങ് മെത്തേഡ് ഇസ് വെരി പ്രോഫിറ്റബിൾ യൂസ്ഡ് ഇൻ ലീഡർഷിപ്പ് ഓർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ ഇത് ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യുക, അതേപോലെ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് മെത്തേഡാണ്. കുറേ കാര്യങ്ങൾ ഇവർക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് ഡിസിഷൻസ് എടുക്കാനായിട്ട് പറയും. ഓക്കെ, റിപ്പോർട്ട്സ്, മെമ്മോസ്, ലെറ്റേഴ്സൊക്കെ ആയിരിക്കും. അതൊക്കെ വായിച്ച് നോക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിരിക്കും പറയുക. ദ ഇൻ ബാസ്ക്കറ്റ് എക്സസൈസ് പ്ലേസ് ദ ട്രെയിനീസ് ഇൻ എ റിയൽ ലൈഫ് സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എങ്ങനെയാണോ തീരുമാനം എടുക്കുന്നത് അതുപോലെ തീരുമാനം എടുക്കാനായിട്ട് പറ്റും. ഡ്യൂറിങ് ദ സിമുലേഷൻ ഇറ്റ് ഈസ് വീഡിയോ ടേപ്ഡ് ആൻഡ് ലേണേഴ്സ് ആർ അസസ്ഡ് അഗെയിൻസ്റ്റ് പ്രീ ഡിറ്റർമിൻഡ് കോമ്പിറ്റൻസി സച്ച് എസ് ടൈം മാനേജ്മെൻറ്റ്. ഇതെന്ന് പറയാൻ നമ്മൾ റെക്കോർഡ് ചെയ്യും കേട്ടോ. ഇൻ ബാസ്ക്കറ്റ് എക്സസൈസ് നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ അവരെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, എത്ര ടൈം എടുക്കുന്നുണ്ട്, പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുകയും കൂടെ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ബിഹേവിയർ മോഡലിംഗ്. ബിഹേവിയർ മോഡലിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് അവരുടെ ബിഹേവിയറിനെ മോഡൽ ചെയ്തെടുക്കുക. അപ്പോൾ പുതിയതായിട്ടൊരു കാര്യം എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അധികം വേറെ ചില കോമ്പിനേഷൻ ഓഫ് ടെക്നിക്സും കൂടെ യൂസ് ചെയ്തായിരിക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ ബിഹേവിയർ മോഡലിംഗ് എന്ന് പറയുന്ന മെയിനായിട്ട് സ്കിൽ ബിൽഡപ്പ് ചെയ്യാൻ, ഇൻ്റർപേഴ്സണൽ സ്കില്ല്, സെയിൽസ് ടെക്നിക്സ്, ഇൻ്റർവ്യൂവർ ബിഹേവിയർ, സേഫ്റ്റി പ്രൊസീജിയർ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ ബിഹേവിയർ മോഡലിംഗ് യൂസ് ചെയ്യുന്നത്. ഇനി വൈൽ ലൈവ് മോഡൽസ് ക്യാൻ ബി യൂസ്ഡ് ഇറ്റ്സ് മോർ ടിപ്പിക്കൽ ടു വീഡിയോ ടൈപ്പ് ദ ഡിസൈർഡ് ബിഹേവിയർ ഫോർ യൂസ് ഇൻ ട്രെയിനിങ്. അപ്പം ഇത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യും. പിന്നീട് ഇതേ ബിഹേവിയർ മോഡലിങ്ങിൻ്റെ പ്രോസസ്സ് നമുക്ക് മറ്റുള്ള എംപ്ലോയീസിന് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്നത്, എങ്ങനെയാണ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അവരുടെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ് എങ്ങനെയാണ്, അവരുടെ സ്കില്ല് ബിൽഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഐഡിയാസ് പറഞ്ഞു കൊടുക്കും. അതൊക്കെ എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുകയും കൂടെ ചെയ്യും പിന്നീടുള്ള യൂസിന്. ഇനി ഔട്ട്ഡോർ എഡ്യൂക്കേഷൻ. മോർ ആൻഡ് മോർ ഓർഗനൈസേഷൻസ് ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് അഡ്വഞ്ചർ ലേണിംഗ് പ്രോഗ്രാംസ് ഫോർ ഇൻഡിവിജ്വൽ മാനേജേഴ്സ്, മാനേജ്മെൻറ്റ് ടീംസ് ആൻഡ് വർക്ക് ഗ്രൂപ്പ്സ്. മാനേജ്മെൻറ്റ് ടീംസിനും വർക്ക് ഗ്രൂപ്പ്സിനും ഇൻഡിവിജ്വൽസിനും ഒക്കെ കാര്യങ്ങൾ കുറേ കൂടെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഔട്ട്ഡോർ എഡ്യൂക്കേഷനും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ഇത് എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ നമുക്ക് സ്കില്ല് ആവശ്യമാണ്, സെൽഫ് അവെയർനെസ് ആവശ്യമാണ്, പ്രോബ്ലം സോൾവിങ് കുറച്ചുകൂടി നല്ല എഫക്റ്റീവായിട്ട് ചെയ്യണം. പിന്നെ ടീം ബിൽഡിംഗ്, കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് ഔട്ട്ഡോർ എഡ്യൂക്കേഷൻ മാൻഡേറ്ററി ആയിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം നടത്തിക്കൊണ്ട് പോകും. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ് എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മൾ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ എംപ്ലോയീസ് എന്ന് പറയുന്ന ട്രെയിനിങ് എടുക്കുന്നത് കമ്പ്യൂട്ടറിൽ കൂടെ ആയിരിക്കും. അവർക്കുള്ള സ്കില്ല്, നോളജ്, അത് ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള സ്കില്ല്, നോളജും ഇവർക്ക് അക്വയർ ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം വഴിയായിരിക്കും അത് ഡെലിവർ ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു ഡിസൈഡ് ഫർദർ കോഴ്സ് ഓഫ് ആക്ഷൻ ആൻഡ് അനലൈസ് എ പ്രസൻറ്റ് സിറ്റുവേഷൻ, ഡിസ്കഷൻ ആഫ്റ്റർ ട്രെയിനിങ് ഈസ് നീഡഡ്. അപ്പം ഒരു പ്രാവശ്യം ഈ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവരെ വർക്കിലേക്ക് ആഡ് ചെയ്ത് നോക്കും, അവർ വർക്ക് കറക്റ്റായി ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഫർദർ ട്രെയിനിങ് വേണോ വേണ്ടേന്ന് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന അപ്രോച്ചസിൽ കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആദ്യത്തേതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഇൻസ്ട്രക്ഷൻ, ഇൻ്റർനെറ്റ് ആൻഡ് ഇൻട്രാനെറ്റ് ബേസ്ഡ് ട്രെയിനിങ്, പിന്നെ ഇൻ്റലിജൻറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇങ്ങനെ 3 പോയിൻറ്റ്സ് ആയിട്ടാണ് അപ്രോച്ച് കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ് നമുക്ക് പറയുന്നത്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഇൻസ്ട്രക്ഷൻ നമുക്ക് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് കാണും. അപ്പോൾ അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി ഇതെങ്ങനെയാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം വർക്ക് ആവുക എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഇൻസ്ട്രക്ഷൻ കം വർക്ക് ബുക്ക് ആയിരിക്കും. ഇതിനകത്ത് കുറേ ഇൻസ്ട്രക്ഷൻസ് കാണും. അതുപോലെ അവർക്കത് പ്രാക്ടീസ് ചെയ്ത് നോക്കാനുള്ള കുറച്ച് പ്രാക്ടിക്കൽ എക്സാമ്പിൾസും കൂടി അതിലുണ്ടാവും. അപ്പോൾ കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതിനകത്ത്. ടെക്സ്റ്റ്, മൾട്ടിമീഡിയ, ഗ്രാഫിക്, ഓഡിയോ, വീഡിയോ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വളരെ കോപ്പറേറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വൈഡ് സ്കോപ്പ് ഓഫ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഇൻസ്ട്രക്ഷൻസ്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കാണും കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ടുള്ള. അപ്പോൾ ഏത് ടോപ്പിക്ക് നോക്കിയാലും ഇപ്പോൾ ഡിഫറെൻറ്റ് സബ്ജക്റ്റിൽ
നമുക്ക് ഇതിനെപ്പറ്റി ഡിഫറെൻറ്റ് സബ്ജക്ട്സ്, അതുപോലെ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഉണ്ട്. മാനേജ്മെൻറ്റിന് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പല സബ്ജക്റ്റിനെ കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും കമ്പ്യൂട്ടർ എയ്ഡഡ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ. ഇനി ഇൻ്റർനെറ്റ് ആൻഡ് ഇൻട്രാനെറ്റ് ബേസ്ഡ് ട്രെയിനിങ്. ഇൻ്റർനെറ്റ് ആൻഡ് ഇൻട്രാനെറ്റ് ബേസ്ഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈ റേറ്റ്, അപ്പോൾ ഇൻ്റർനെറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഹൈ ഗ്രോത്ത് ഉള്ളത്, പെട്ടെന്ന് ചേഞ്ച് വരുന്ന ടൈപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റർനെറ്റ് ബേസ്ഡ് ഡയറക്റ്റായിട്ട് ട്രെയിനിങ് ഡെലിവറി ചെയ്യും അവർക്ക്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ബേസ്ഡ് ട്രെയിനിങ്. നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കൂടെ, നമ്മുടെ പ്രൈവറ്റ് നെറ്റ്വർക്കിൽ കൂടെ നമ്മൾ ഒരാൾ ഇവിടെ ഇരുന്നിട്ട് എവിടെയാണോ എംപ്ലോയി ഉള്ളത് അവിടെ എംപ്ലോയിക്ക് കോൾ വഴി അല്ലെ ഇൻ്റർനെറ്റ് വഴി പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴിയുള്ള ഇൻ്റർനെറ്റ് ആൻഡ് ഇൻട്രാനെറ്റ് ബേസ്ഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പം ഇൻ്റർനെറ്റ് ബേസ്ഡ് ട്രെയിനിങ് എന്ന് വെച്ചാൽ ഒരു പബ്ലിക് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമ്മൾ വെബ് ബ്രൗസറിൽ കൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഇൻട്രാനെറ്റ് ബേസ്ഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഓഫ് ഒരു ഓർഗനൈസേഷൻ്റെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി. കാരണം നമുക്ക് ഒരു ഓർഗനൈസേഷൻ ഇപ്പോൾ പറയുന്ന കണക്ക്, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പേര് പറഞ്ഞാൽ ടാറ്റ.com, അങ്ങനെ അവർക്ക് വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ട്രേഡിംഗ്, ഇപ്പോൾ ഒരു ട്രേഡിംഗ് കമ്പനി ഉണ്ട്, AIT ട്രേഡിംഗ് കമ്പനി. അപ്പോൾ AIT.com അങ്ങനെ അവർക്ക് എക്സ്റ്റൻഷൻ വരുന്നത്, അത് അവരുടെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണത്. അപ്പം ആ ഒരു കമ്പനിയുടെ നെറ്റ്വർക്ക് വഴി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻട്രാനെറ്റ് ബേസ്ഡ് ട്രെയിനിങ് എന്ന് പറയും. അല്ലാതെ പബ്ലിക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് gmail.com അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ എന്താ, അങ്ങനെയുള്ള കേസാണെങ്കിൽ അത് ഇൻ്റർനെറ്റ് ബേസ്ഡ് ആണ്. These programs of training are only available to the employee of the organization. ഇത് നമ്മൾ എംപ്ലോയീസിന് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇത് അവൈലബിൾ ആവത്തുള്ളൂ. കാരണം എംപ്ലോയിക്ക് വേണ്ടി മാത്രം കമ്പനി ഓർഗനൈസ് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് ആയിരിക്കും ഇതൊക്കെ. വെദർ ഇറ്റ് ഈസ് ഇൻ്റർനെറ്റ് ബേസ്ഡ് ട്രെയിനിങ് ഓർ ഇൻട്രാനെറ്റ് ബേസ്ഡ് ട്രെയിനിങ്, ദേ ബോത്ത് ഓപ്പറേറ്റ് ആൻഡ് അസസ് ത്രൂ കമ്പ്യൂട്ടർ. ഇത് രണ്ടും, ഇതിപ്പോൾ രണ്ടിൽ ഏതാണോ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻട്രാനെറ്റ് ബേസ്ഡ് ആണോ ഇൻ്റർനെറ്റ് ബേസ്ഡ് ആണോ, ഏതായാലും കമ്പ്യൂട്ടർ ബേസ് ചെയ്താണ് ചെയ്യുന്നത്. പിന്നെ ഈ ചേഞ്ചസ് ഉണ്ടല്ലോ, ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് അത് CD-ROM-ലായിരിക്കും നമ്മളത് ചേഞ്ച് ചെയ്യുക. ഓക്കെ, CD-ROM-ൽ ചേഞ്ച് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ മാസ്റ്റർ ഡിസ്കിലോട്ട് അത് മാറ്റും. ആ ചേഞ്ചസ് മാസ്റ്റർ ഡിസ്കിലോട്ട് മാറ്റും. എന്നിട്ട് അതിൻ്റെ കോപ്പീസ് ട്രെയിനീസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും, ഇലക്ട്രോണിക് മീൻസിൽ കൂടെ തന്നെ ആ ചേഞ്ചസ് റെക്കോർഡ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇൻ്റലിജൻറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം വിച്ച് പ്രൊവൈഡ് ദ ഫീഡ്ബാക്ക് ഓർ ഇൻസ്ട്രക്ഷൻ ടു ദ സ്റ്റുഡൻസ് വിത്തൗട്ട് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ബീങ് ഈസ് നോൺ ആസ് ഇൻ്റലിജൻറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ ഓർ ഇൻ്റലിജൻറ്റ് ട്യൂട്ടറിംഗ് സിസ്റ്റം. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡിവിജ്വൽസിൻ്റെ സഹായമില്ല, അത് കമ്പ്യൂട്ടറിൻ്റെ മാത്രം സഹായത്തോടുകൂടി ട്രെയിനിങ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻ്റലിജൻറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ട്രെയിനിങ്ങിലെന്ന് പറഞ്ഞാൽ ഇത് ഇൻ്റലിജൻറ്റ് ട്യൂട്ടർ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് 1970s. ഇവിടെ നമുക്ക് ട്യൂട്ടറിങ് ചെയ്യുന്ന വെച്ചാൽ ഹ്യൂമൻ ബീങ് അല്ല, ഹ്യൂമൻ ട്യൂട്ടർ അല്ല, ഇവിടെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് ട്രെയിനിങ് വരേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അത് നമ്മുടെ ജോബ് റോളിനനുസരിച്ച് നമുക്ക് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് പറഞ്ഞു തരുന്നത്. ഇവിടെ ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത, ഇൻ്റലിജൻറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ.